Hi everyone, this is me Casac Benjali. ഒരിക്കൽ കൂടി പുതിയ വീഡിയോ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോ ഓഫ് അട്രാക്ഷനും വർക്ക് ചെയ്യില്ല. ഒരു ലോ ഓഫ് അട്രാക്ഷനും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വർക്ക് ചെയ്യില്ലെന്ന് മാത്രമല്ല, ജീവിതത്തിൽ പരാജയങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങളെ തുടർച്ചയായിട്ട് പിന്തുടരുകയും നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അത് മറ്റൊന്നുമല്ല, ലാക്ക് ഓഫ് കൺസിസ്റ്റൻസിയാണ്. അതായത് സ്ഥിരതയില്ലായ്മ. പല ആളുകളും എൻ്റെ അടുത്ത് പറയാറുണ്ട്, എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല, എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും സംഭവിക്കുന്നില്ല, ജീവിതത്തിൽ എന്താണ് നടക്കാത്തത്, കുറച്ച് കാലത്തേക്ക് എനിക്ക് കിട്ടും, ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം എനിക്ക് കുറച്ച് പണം കിട്ടും, അതല്ലെങ്കിൽ എനിക്കൊരു ജോലി ചേഞ്ച് ചെയ്യുന്നു, പിന്നെ ഞാൻ വീണ്ടും അൺഹാപ്പിനെസ്സിലേക്ക് തന്നെ പോകുന്നു, അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ ഒന്നും ഒരു സ്ഥിരത കിട്ടുന്നില്ല, ലാക്ക് ഓഫ് കൺസിസ്റ്റൻസിയാണ്, എൻ്റെ സക്സസിന് ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നില്ല, കുറച്ച് കാലത്തേക്ക് എല്ലാം ഉണ്ടാവും, സന്തോഷമാണെങ്കിലും കുറച്ച് കാലത്തുണ്ടാവും, സമാധാനമാണെങ്കിലും കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും, സമ്പത്താണെങ്കിലും പണമാണെങ്കിലും കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും, വീണ്ടും എല്ലാം തകർന്ന് തരിപ്പണമാകും. എല്ലാം തുടങ്ങും, ആദ്യം നന്നായിട്ട് പോകും, പിന്നെ എല്ലാം തകരും. എന്തുകൊണ്ടാണിത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്, ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന എനർജി കൺസിസ്റ്റൻസി, നമ്മൾ ചിന്തയുടെ കൺസിസ്റ്റൻസി, നമ്മൾ ഹാപ്പിനെസ്സിലേക്ക് പോകുന്നതിൻ്റെ കൺസിസ്റ്റൻസി. ഏതൊരു കാര്യം ചെയ്യണമെങ്കിൽ ഒരു ഗോൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, വലിയൊരു സക്സസ്സിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് ഗോൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ഡൈവേർട്ട് ചെയ്യാതെ, ഫോക്കസ് മാറിപ്പോവാതെ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കും, ഇൻസ്പയർഡ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ മാറാതെ അതിൽ തന്നെ നിൽക്കുക. നിരന്തരമായിട്ട് ഗോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ, നിരന്തരമായിട്ട് നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ, നിരന്തരമായിട്ട് നമ്മുടെ ചിന്തകൾ മാറ്റിക്കൊണ്ടിരുന്നാൽ, നമ്മൾ നെഗറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് ക്ലബ് ചെയ്യുക അല്ലെങ്കിൽ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ, നമ്മുടെ സർക്കിളിനകത്ത്, നമ്മുടെ കണക്ഷനകത്ത് പല പ്രശ്നക്കാരായിട്ടുള്ള ആളുകളൊക്കെ തുടർച്ചയായിട്ട് കൊണ്ടുവരികയും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എനർജി കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും, നമ്മുടെ വൈബ്രേഷൻ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും. അത് നമ്മുടെ എനർജി കൺസിസ്റ്റൻസിയിൽ വേരിയേഷൻ ഉണ്ടാക്കും, അത് നമ്മുടെ ഫ്രീക്വൻസി കൺസിസ്റ്റൻസിയിൽ വേരിയേഷൻ ഉണ്ടാക്കും. സ്വാഭാവികമായിട്ട് നമ്മൾ കുറച്ചു കാലം പോസിറ്റീവിനെ തന്നെ വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്തു, എനർജി മാഗ്നറ്റൈസ് ചെയ്തു, ഫ്രീക്വൻസി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ എനർജി മാറുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ മാറ്റത്തിനനുസരിച്ചുള്ള എനർജി വീണ്ടും നമ്മൾ നെഗറ്റിവിറ്റീസ് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു ലക്ഷ്യമാണെങ്കിലും അത് സ്ഥിരമായിട്ട് അതിൻ്റെ പുറകെ തന്നെ പോകുക. നിങ്ങളൊരു ഗോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി പ്ലാനിങ്, 1 വർഷം കഴിഞ്ഞിട്ട് എന്താണ്, 2 വർഷം കഴിഞ്ഞിട്ട് എന്താണ്, 1 മാസം കഴിഞ്ഞിട്ട് എന്താണ്, അടുത്ത ദിവസം എന്താണ് ചെയ്യേണ്ടത്, അടുത്ത ആഴ്ച എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ അതിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ സഹായിക്കുന്ന കൃത്യമായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാക്കുക. അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക, നിരന്തരമായിട്ടും അത് നേടുന്നതായിട്ട് മൈൻഡിനെ വിഷ്വലൈസ് ചെയ്യുക, അത് തന്നെ നടക്കുമെന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്ത ഗോൾ എത്തിച്ചേരാൻ സഹായിക്കുന്ന ആളുകളുമായിട്ട് മാത്രം നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുക, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന, അതിനെ ഏതെങ്കിലും രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാം, ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മളുമായിട്ട് കണക്റ്റഡ് ആകാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മളുമായിട്ട് നല്ല രീതിയിൽ നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവരാണെങ്കിൽ പോലും അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആണോ ആള് എന്ന് ഉറപ്പുവരുത്തുക. യൂസ്ഫുള്ളായ ആളുകളുമായിട്ട് മാത്രം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. ചില ആളുകൾ ഉണ്ടാകും യൂസ്ഫുൾ അല്ല, എന്നാൽ നെഗറ്റീവായിട്ട് നമുക്ക് യൂസ്ലെസ്, അപകടം ഉണ്ടാക്കുന്നവരുമായിട്ടുള്ള ആളുകൾ, ന്യൂട്രൽ ആയിട്ടുള്ള ആളുകളുണ്ട്. അവരുമായിട്ട് അവർ നമ്മൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പോൾ അവരുമായിട്ട് കുറച്ച് സമയങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പരമാവധി അവരുമായിട്ടുള്ള സ്പെൻഡ് ചെയ്യുന്നത് ചുരുക്കുക, എന്നാൽ പൂർണ്ണമായിട്ട് കണക്ഷൻ ഒഴിവാക്കാതിരിക്കുകയും ചെയ്യുക. മൂന്നാമത്തെ വിഭാഗമായിട്ടുള്ള നമ്മളെ എനർജി സക്ക് ചെയ്യുന്ന ആളുകൾ, അവരുമായിട്ടുള്ള കണക്ഷൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കണമെന്നല്ല, അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്ന, എനർജി പാസ് ചെയ്യുന്നതും ട്രാൻസ്ഫോം ചെയ്യുന്നതും ഒഴിവാക്കുക. ഈ രീതിയിൽ നിങ്ങളൊരു എനർജി കൺസിസ്റ്റൻസി നിലനിർത്തിയാൽ, തോട്ട് കൺസിസ്റ്റൻസി നിലനിർത്തിയാൽ, ആക്ഷൻ കൺസിസ്റ്റൻസി നിലനിർത്തിയാൽ നിങ്ങൾക്ക് സക്സസ്സും കൺസിസ്റ്റൻ്റായിട്ട് നിലനിർത്താൻ പറ്റും. അപ്പോൾ കുറച്ചു കാലം ഒന്ന് ചെയ്ത് പിന്നെ താഴെ പോവുക, കുറച്ചു കാലം ഒന്ന് ചെയ്ത് പിന്നെ ഡൈവേർട്ട് ചെയ്യുക, ഡീവിയേറ്റ് ചെയ്യുക, ഡിസ്ട്രാക്ട് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ വേറെ ലക്ഷ്യം മാറ്റിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതം പരാജയപ്പെടാനും വലിയ പരാജയങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനും, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പ്രകൃതിയുടെ നിയമത്തെ നമുക്കെതിരായിട്ട് മാറാനുമെല്ലാം ഇത് സഹായകരമാകും. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പ്രകൃതിയുടെ നിയമത്തെ വളരെ എഫക്റ്റീവായിട്ടും സയൻറ്റിഫിക്കലായിട്ടും നമുക്ക് അനുകൂലമാക്കി മാറ്റി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അത് സമ്പത്താവട്ടെ, വിജയമാവട്ടെ, റിലേഷൻഷിപ്പുകളാവട്ടെ, ജോലിയാവട്ടെ, എന്തുമാവട്ടെ, നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ വൈബ്രേഷനെ അപ്ലിഫ്റ്റ് ചെയ്ത് അതിനെ എനർജിയായിട്ട് ട്രാൻസ്ഫോം ചെയ്ത് നമ്മുടെ ഫ്രീക്വൻസി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള എല്ലാത്തിനെയും
അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ട്രാൻസ്ഫോം ചെയ്തെടുത്ത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ഹാപ്പിനെസ്സുകളും നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാനും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കൂടുതൽ എഫക്റ്റീവായിട്ട്, വെറുതെ ഒരു വാഗ്ദാനമായിട്ടല്ല, എഫക്റ്റീവായിട്ടും പർപ്പസ്ഫുള്ളായിട്ടും സ്ട്രാറ്റജിക്കലായിട്ടും മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. സോ വി ഹാവ് മെനി പ്രോഗ്രാം, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓൺലൈൻ പ്രോഗ്രാമുകൾ, മണി അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ പ്രോഗ്രാംസ്, മൈൻഡിനെ സക്സസ്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെൽഫ് മാസ്റ്ററി പ്രോഗ്രാം, ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്ത് ബിസിനസ്സിനെ ഏറ്റവും സൂപ്പറാക്കി മാറ്റുന്നതിനുള്ള സ്ട്രാറ്റജി ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാംസ്, ബിസിനസ് ബൂം എന്ന് പറയുന്ന പ്രോഗ്രാം, ഇതെല്ലാം പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് അടക്കമുള്ള നിരവധി പ്രോഗ്രാമുകൾ ഞങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഒരു കാര്യം മറക്കരുത്, പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട്, പുതിയ വീഡിയോകൾ കാണാൻ, ഏറ്റവും പുതിയ പ്രോഗ്രാമുകളെ കുറിച്ച് അറിയാൻ, ചെറിയ നിങ്ങൾക്ക് സ്റ്റാറ്റസായിട്ടും മറ്റുമൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ മോട്ടിവേഷൻ നുറുങ്ങുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. കസാക് ബെഞ്ചാലി എന്ന് ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഞാൻ കസാക് ബെഞ്ചാലി. ഒരിക്കൽ കൂടി ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി.